സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പസ്വാമി 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കളരി അഭ്യസിച്ചിരുന്ന ഗുരുനാഥൻ മുകടി ശ്രീ അയ്യപ്പ ഗുരുക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഗുരുക്ഷേത്രം, അതായത് അയ്യപ്പൻ്റെ ഗുരു പന്തളത്ത് നിന്ന് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ചെറിയ പ്രായത്തിൽ അയ്യപ്പൻ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയ സ്ഥലമാണ്. അതായത് ഗുരുവിൻ്റെ അടുത്ത് ഇവിടെ താമസിച്ച് ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തീകരിച്ച സ്ഥലമാണ്. കളരിയൊക്കെ ഉണ്ടായിരുന്നു. കളരി വിദ്യകളും ഒക്കെ ഇവിടെ നിന്നാണ് അഭ്യസിച്ചത്. പിന്നെ ഇവിടെ നമ്മുടെ ഇപ്പോൾ പ്രധാനമായിട്ടും 2 പ്രതിഷ്ഠകൾ, പ്രധാന ദേവന്മാർ, അതായത് ഗുരു, അയ്യപ്പൻ്റെ ഗുരു അയ്യപ്പനുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. പിന്നെ മഹാദേവനുണ്ട്, മഹാവിഷ്ണുവുണ്ട്, ഗണപതിയുണ്ട്, ദേവിയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അയ്യപ്പൻ്റെ ഗുരു എന്ന് പറയുന്നത് ശിവനാണ്, അച്ഛനാണ് ഗുരുവായിട്ട് വന്ന് വിദ്യാഭ്യസിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏതാണ്ട് ഒരു 1000 വർഷത്തിന് മുകളിൽ ഉള്ള പഴക്കം കാണും. ആദ്യമൊക്കെ നാട്ടുകാരായിരുന്നു ഇത് പൂജയെല്ലാം നടത്തിയിരുന്നത്, നാട്ടുകാരായിരുന്നു. അതിന് ശേഷമാണ് പൂജാരിയൊക്കെ വന്നിട്ട് പൂജയൊക്കെ ക്രമമായിട്ട് ആരംഭിച്ചത്. ദേവസ്വം ബോർഡല്ല, ഇത് നാട്ടുകാരാണ്. നമ്മുടെ ചുറ്റുമുള്ള കരക്കാരുടെയാണ് ക്ഷേത്രം. ദേവസ്വം ബോർഡുമായിട്ടൊന്നും ബന്ധമില്ല. സർക്കാരിൻ്റെ സഹായങ്ങളും കാര്യങ്ങളൊന്നും കിട്ടുന്നതല്ല. പിന്നെ 2017 അവിടെ വേണം കേട്ടോ, 2017 ഈ വിഗ്രഹം പിന്നെ നമ്മുടെ അച്ചൻകോവിലാറ്റിൽ നിമഞ്ജനം ചെയ്തിരുന്നു. ഈ അയ്യപ്പ ഗുരുവിൻ്റെ, അതായത് ചൈതന്യമില്ല എന്ന് പ്രശ്നവിധിയാൽ അന്ന് തെളിഞ്ഞതിൻ്റെ പ്രകാരം ഇത് നമ്മൾ അച്ചൻകോവിലാറ്റിൽ നിമഞ്ജനം ചെയ്തു. അങ്ങനെയുണ്ട് 34 വർഷം ഇത് അച്ചൻകോവിലാറ്റിൽ ജലാധിവാസത്തിലായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടുകാർക്കും ചുറ്റോടൊക്കെ ഉണ്ടായതിന് ശേഷം വീണ്ടും പ്രശ്നം വെച്ചപ്പോഴാണ് ഇതിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ വെള്ളത്തിൽ കൊണ്ട് ഇട്ട വിഗ്രഹത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടിട്ടില്ല, അത് നിങ്ങളെങ്ങനെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം എല്ലാവരും ആറ്റിൽ തെരച്ചിൽ നടത്തിയിട്ട് ആ വിഗ്രഹം വീണ്ടെടുത്ത് 2018 അത് നമ്മൾ ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ബാലാലയത്തിൽ എത്തി വീണ്ടും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അപ്പോൾ അതിനുശേഷം ഇത് 2023 വലിയ ക്ഷേത്രങ്ങൾ പണിത് പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഈ 4 ക്ഷേത്രമായ ദേവി, അയ്യപ്പൻ, ഗുരു, ഗണപതി, ഈ 4 ക്ഷേത്രങ്ങൾ പുതിയത് 2023 ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. അവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ കണ്ഠരര് മോഹൻരാണ് തന്ത്രി. ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ടത് പന്തളം കുളനട വന്നതിന് ശേഷം പത്തനംതിട്ട റൂട്ടിലേക്ക് കയറി മുമ്പോട്ട് വരുമ്പോൾ വലത്തെ സൈഡിൽ ഒരു കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം. പന്തളം ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് ഒരു 4 കിലോമീറ്റർ അകലം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ.